പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഇദ്ദേഹം ഷാരിഖ് ഷംസുദ്ദീൻ, പ്രശസ്ത യൂട്യൂബറാണ്. നമ്മുടെ ഹോസ്പിറ്റൽ സെക്ടറിൽ ഒരു വലിയ കളിയാണ് നടക്കുന്നത്. അമേരിക്കൻ കോർപ്പറേറ്റ്സ് ആണ് ഇന്ന് കേരളത്തിലെ ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ബിൽസ് കത്തിക്കേറാൻ പോവുകയാണ്. Blackstone, the world's largest PE fund, has entered into the Indian healthcare space. ഫേമസ് ചെയിൻസ് ആയ കിംസിന്റെ 80%, ആസ്റ്ററിന്റെ 30%, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ 70% ഇപ്പോ അമേരിക്കൻ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ്. ഇത് എത്ര പേർക്ക് അറിയാം? എന്തിനേറെ ചെറിയ ഹോസ്പിറ്റലുകളായ കോഴിക്കോട്ടെ മൈത്ര ഹോസ്പിറ്റൽസും തൊടുപുഴയിലെ ചഴിക്കാട്ട് ഹോസ്പിറ്റൽ പോലും ഈ കോർപ്പറേറ്റ് ഏറ്റെടുത്തിരിക്കുന്നു. കഥ ഇവിടെ ഒന്നും തീരുന്നില്ല. ഈ ചാർട്ട് ഒന്ന് നോക്കിയേ, ഇന്ത്യ മുഴുവനും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താ കുഴപ്പം എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ലോകം മുഴുവൻ കണ്ടുവരുന്ന ഒരു ക്ലിയർ ട്രെൻഡാണിത്. പ്രൈവറ്റ് എക്വിറ്റി ഫേംസ് ഹോസ്പിറ്റൽ സെക്ടറിൽ കയറി കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഹോസ്പിറ്റൽ ബിൽസ് കൂടാൻ തുടങ്ങും. അത് തന്നെയാണ് പ്രശ്നം. ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഉടനെ സംഭവിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതേ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ അടുത്ത് പറഞ്ഞിരുന്നു. കേരളത്തെ സേവിച്ച് കളയാവുന്ന താല്പര്യത്തോടെ വന്നവരല്ല. തങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. ആ പണം ഇറക്കി കൂടുതൽ ലാഭം കൊയ്യാം എന്ന ലക്ഷ്യത്തോടെ വന്നത്. ആ മനസ്സോടെ കാണേണ്ടി ഒന്നല്ല ആരോഗ്യരംഗം. ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ലോകത്തുള്ള പ്രശസ്തമായ കമ്പനികൾ കേരളത്തിൽ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു. ഏത് മേഖലയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, ആരോഗ്യ മേഖലയിൽ. അവർ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാണ്? വെറുതെ ഒരു സ്ഥലത്തും അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല, കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായി പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെ, നമ്മുടെ കേരളം അവർക്ക് വളക്കൂറുള്ള മണ്ണാണ്. അതെ, ധാരാളം രോഗികളുണ്ട്. ധാരാളം രോഗികൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. രോഗത്തോടെ ജനിച്ച് രോഗത്തോടെ ജീവിച്ച് രോഗത്തോടെ മരിക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. എന്നാൽ പ്രകൃതിയുടെ നിയമം എന്താണ്? ആരോഗ്യത്തോടെ ജനിച്ച് ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരണം. ഇതാണ് പ്രകൃതി നിയമം. ഇവിടെ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. പ്രകൃതി നമ്മോട് പറയുന്നത് ആരോഗ്യത്തോടെ ജനിച്ച് ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരിക്കാനാണ്. നമ്മൾ വലിയ കമ്പനികളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽപ്പെട്ട് നമ്മുടെ ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള വലിയ കമ്പനികൾ വന്ന് അവരെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇവിടെ മുതൽ മുടക്കുന്നത് ലാഭം കൊയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി പ്രകൃതിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യത്തോടെ ജീവിക്കാനും ഭാവി തലമുറയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും. ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. ഇത് പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. താങ്ക് യു.